ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിയ വഴികളെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഈ നല്ല അവസരം എനിക്ക് തന്നു. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ കടന്നു വന്ന വഴികളും ആ യാത്രയിൽ ദൈവം അവിടുത്തെ അത്ഭുതകരത്താൽ എന്നെ പുലർത്തിയതുമായ ചില സംഭവങ്ങൾ, അത് മൊത്തം വർണ്ണിക്കാൻ എൻ്റെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില സംഗതികൾ എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാതലിക് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ചെറിയ പ്രായം മുതലേ ഒരു ഭക്തനായിരുന്നുവെങ്കിലും വാസ്തവമായി യേശുക്രിസ്തു ദൈവമാണെന്നും അവിടുത്തെ പരിപാലനങ്ങൾ നമുക്ക് സ്പഷ്ടമായി അനുഭവിക്കാൻ കഴിയുമെന്നും ഞാൻ ഹൃദയത്തിൻ്റെ ഏതോ ഭാഗത്ത് വിശ്വസിക്കാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു അറേബ്യൻ രാജ്യത്തേക്ക് ജോലി സംബന്ധമായി പോവുകയും അവിടെ വെച്ച് കർത്താവിൻ്റെ ജീവനുള്ള വചനം കേൾപ്പാൻ എനിക്കിടയാകുകയും ചെയ്തു. വചനം കേട്ട നിമിഷം മുതൽ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്നുള്ള തിരുവചനത്തെ ഞാൻ എൻ്റെ ജീവിതമാക്കി തീർത്ത് എൻ്റെ ഹൃദയത്തിൽ ഞാനത് വെച്ച് ഞാനത് വിശ്വസിക്കാൻ ശ്രമിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1998 ഡിസംബർ മാസം കർത്താവിൻ്റെ ആത്മാവിനോട് ശക്തമായി സംസാരിക്കുകയും എൻ്റെ ആ വിദേശത്തുണ്ടായിരുന്ന ആ ചെറിയ ജോലി ഞാൻ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഈ വിലപ്പെട്ട മഹത്വമുള്ള ഈ നല്ല പ്രവർത്തനത്തിലേക്ക്, നല്ല ഈ കർത്താവിൻ്റെ ഈ വേലയിലേക്ക് വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് അന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരെയും ഞാൻ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്നുള്ള തിരുശബ്ദമാണ് എന്നെ സുവിശേഷ വേലയിലേക്ക് ആനയിച്ചത്. ഞാൻ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു ചിന്തയുണ്ട്: എന്നെ ആർ പുലർത്തും? എന്നാൽ ദൈവശബ്ദം അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ തിരുശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി ഉപേക്ഷിച്ച് ഞാൻ കേരളത്തിലെത്തി. കേരളത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങൾക്കും അവരുടെ വിശ്വാസത്തിൽ നിന്നും ഞാനൊരല്പം ദൂരെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ വീട്ടിലെ ആ ചുറ്റുപാടിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ തനിച്ചായി പോയോ, എന്നെ പുലർത്താൻ ആരുമില്ലയോ, എന്നെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലയോ എന്നുള്ള ചിന്തകൾ എനിക്കുണ്ടായി. അങ്ങനെ 1999 ജനുവരി മാസം 24-ാം തീയതി ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്ക് പോകുന്നു എന്ന കാരണത്താൽ എനിക്ക് എൻ്റെ വീടും വിടേണ്ടതായി വന്നു. വീട് വിട്ട് ഞാൻ പല വാടക വീടുകളിൽ താമസം ആരംഭിച്ചു. അങ്ങനെ കോന്നിക്കടുത്തുള്ളതായ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊണ്ടുവന്ന എൻ്റെ ഗ്യാസ് സിലിണ്ടർ തീർന്ന ഒരു അനുഭവം ഉണ്ടായി. അത് ജനുവരി മാസം വീട്ടിൽ നിന്ന് പുറത്തു വന്നു. പല ആ സ്ഥലത്ത് ഇങ്ങനെ താമസിച്ച് വരുമ്പോൾ ഒരു മെയ് 2-ാം തീയതിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് തീരുന്നത്. അവധി ദിവസവുമാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു: കർത്താവേ, വീട് വിട്ടു, ഞങ്ങൾ പുറത്തേക്ക് വന്നു, ഇനിയുമാണ് വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ചുവട് വെക്കേണ്ടത്. മെയ് ദിനത്തിന്റെ അന്നാണ് ഗ്യാസ് തീർന്നത്. ആ ദിവസം ഗ്യാസ് ലഭിക്കാനോ ഓഫീസുകളൊന്നും നടക്കുന്നതോ അങ്ങനെയുള്ളതായ ചില സാഹചര്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഗ്യാസ് സിലിണ്ടർ എടുത്ത് റൂമിന്റെ നടുക്ക് വെച്ചിട്ട് ഞാനും വൈഫും എൻ്റെ ചെറിയ കുഞ്ഞും ഒരുമിച്ച് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, ഞങ്ങളെ പുലർത്തണമേ എന്ന്. അന്ന് വിശ്വാസത്താൽ ഗ്യാസ് സിലിണ്ടറുമായി ഞാൻ കോന്നിയിലേക്ക് വന്നു. കോന്നിയിൽ ഒരു മില്ലിൽ എത്തിയപ്പോൾ ഞാൻ ആ മില്ലിലേക്ക് ആ സിലിണ്ടറുമായി ചെല്ലുമ്പോൾ എന്നോട് ആ മില്ലിന്റെ അവിടെ ജോലിക്കാരനായി നിൽക്കുന്ന രാജു എന്നോട് പറയാനിടയായി: പാസ്റ്ററെ, ബ്രദറെ, നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഒരു സിലിണ്ടർ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അത് ഇന്നലെ വൈകിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇതുപോലെ ആ ബ്രദർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സിലിണ്ടർ തീർന്നു
കാണും, അദ്ദേഹത്തിന് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ഗ്യാസ് സിലിണ്ടർ അവിടെ എനിക്ക് തരുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു അനുഭവമായി തോന്നി. എൻ്റെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ പാചകത്തിനുള്ള സംവിധാനം തീർന്നു എന്ന് മുന്നമേ അറിഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കരുതിയ ആദ്യത്തെ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച അനന്തരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, പലപ്പോഴും ദൈവമാണ് എന്നെ നടത്തേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ എന്നെ സഹായിപ്പാൻ മറ്റൊന്നുമില്ല. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ബൈബിൾ കോളേജിൽ പഠന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും തീർന്നു. എനിക്ക് ആ കാലഘട്ടത്തിലൊക്കെ ടെലിഫോൺ ബൂത്തിൽ ചെന്ന് കോയിൻ ഇട്ടുകൊണ്ട് വേണം വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് നിന്നും എൻ്റെ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്ക്, ഞാൻ താമസിക്കുന്ന ആ വീട്ടിലെ ഞാൻ ലാൻഡ് ഫോണിൽ കോയിൻ ഇട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, ദൈവം നടത്തിയാലേ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളല്ലോ എന്ന് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു 2 വയസ്സ് കഴിഞ്ഞ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, ഇന്ന് പപ്പായുടെ കയ്യിൽ 1350 രൂപ ഒരാൾ കൊടുക്കും. ഒരു ചെറിയ കുഞ്ഞ്, അവൾക്ക് ലഭിക്കുന്ന ആ ഒരു ദർശനം ദൈവം പെട്ടെന്ന് മകളിലൂടെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് പപ്പായുടെ കയ്യിൽ ഒരാൾ 1350 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ഏറെ താമസിക്കാതെ ഞാൻ ആ ബൂത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ വിളിപ്പാനിടയായി തീർന്നു. എൻ്റെ വീട്ടിലേക്ക് വിളിച്ച അനന്തരം വിളിച്ചപ്പോൾ തോമസ് എന്നു പേരുള്ള ആ ദൈവദാസൻ എന്ന് പറഞ്ഞു, ബ്രദറിന് തരുവാൻ വേണ്ടിയിട്ട് ഒരാൾ സൗദിയിൽ നിന്നും കുറച്ച് റിയാൽ തന്നു വിട്ടിട്ടുണ്ട്, അത് മാറി കിട്ടിയപ്പോൾ 1350 രൂപ ഉണ്ടെന്ന് എന്നോട് പറയാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് വന്ന് ആ പണം വാങ്ങിക്കൊണ്ട് പോകണമെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അത് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വിഷയമാണ്. എൻ്റെ ചെറിയ കുഞ്ഞിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത്രയും പൈസ ഇന്ന് ദൈവം ഞങ്ങൾക്ക് എത്തിച്ചു തരുമെന്ന്. ഞാൻ ആ കാര്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ദൈവം എന്നോട് സംസാരിച്ചതിന്റെ ഫലമായി ഞാൻ എൻ്റെ കേരളത്തിലെ താമസം ഉപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനിടയായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് കേരളത്തിൽ ഒരു ചെറിയ വീടും ഒരു സ്ഥലവും ഉണ്ട്. അവിടെ നിന്നും എനിക്ക് ദൈവം അത്ഭുതകരമായി ഒരു അത്ഭുത വഴിയിലൂടെ തന്നതാണ്. അതും ഇതുപോലൊരു അത്ഭുതത്തിന്റെ കഥയാണ്. എനിക്ക് ആ സ്ഥലം ലഭിച്ചത് 2001 കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 2001 ഡിസംബർ മാസം 31-ാം തീയതി നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ദിവസമാണെന്ന്. ആ ദിവസം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുത വഴിയിലൂടെ ദൈവം എനിക്കൊരു ചെറിയ സ്ഥലവും ഒരു ചെറിയ വീടും നൽകി തരുവാൻ ഇടയായിരുന്നു. ആ വീട്ടിൽ താമസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഈ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, എൻ്റെ വേലയ്ക്കായി ആ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നീ പോകണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ ഇടയായിരുന്നു. അനന്തരം ഞാൻ ദൈവസന്നിധിയിൽ 7 ദിവസം ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിരുന്നു. കുഞ്ഞുങ്ങൾ അടൂർ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ TC വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, എനിക്ക് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയിട്ട് സുവിശേഷം എത്താത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ അയക്കണമെന്ന്. ആ ഇടയ്ക്ക് ഞാൻ അടൂരിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ചർച്ചിൽ പോവുകയും ആ ചർച്ചിൽ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന, ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ഒരു ദൈവദാസനെ കാണുവാനും അദ്ദേഹം ക്ഷണിച്ചതിന്റെ ഫലമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറായി. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുക്കാണ് ഞാൻ ഈ പാസ്റ്ററിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്, അവിടുത്തെ വെള്ളത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചു. ദൈവം അവിടുത്തെ വെള്ളത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അവിടെയും നിനക്ക് നല്ല വെള്ളം തരുമെന്ന് കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രേരണയാൽ എനിക്കുണ്ടായിരുന്ന ഒരു ബൈക്ക് വിറ്റ് 22,000 രൂപയുമായി ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായി. ആ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെട്ട ഒരു സഹോദരി, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അടൂർ സഭയിലെ ഒരു വിശ്വാസി സഹോദരി ഞങ്ങൾക്ക് മാസം ഒരു ചെറിയ തുക സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിലെത്തി. അവിടെ ഒരു പാസ്റ്ററുടെ വീട്ടിലാണ്, നോർത്ത് ഇന്ത്യയിൽ ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരു പാസ്റ്ററുടെ വീട്ടിലാണ് ആദ്യം
ഞങ്ങൾ താമസിച്ചത്. അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വാടക വീട് ലഭിക്കുവാൻ ഇടയാക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവര് ഞങ്ങളോട് ഒരു 1500 രൂപയാണ് വാടക ചോദിച്ചത്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, ഈ 1500 രൂപ കൂടുതലാണ്, അതൊന്ന് കുറയ്ക്കണമെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വീട് തന്നെയാണ് ദൈവം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയത്തിൽ ദൈവം എന്നോട് സംസാരിച്ചുവോ ആ വിഷയം തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എത്തിയ ദിവസം കർത്താവ് ഞങ്ങൾക്കായി പ്രവർത്തിപ്പാനിടയായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുവാനും കുടിക്കുവാനും ഒപ്പം ഞങ്ങളെ കൊണ്ടുപോയ പാസ്റ്ററുടെ വീട്ടിലേക്കും കുറച്ച് വെള്ളം എല്ലാ ദിവസവും എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ വെള്ളത്തിന്റെ കാര്യത്തിലും അതിസമർത്ഥമായി സഹായിപ്പാനിടയായിത്തീർന്നു. അവിടെ നിന്നും ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി താമസം ആരംഭിച്ചു. ഒരു വാടക വീട്ടില് ഒരു സംവിധാനങ്ങളൊന്നുമില്ല, ഒരു കതക് മാത്രമേ ആ വീടിനുള്ളൂ. ജനലുകൾക്കൊന്നും കതകളോ അടയറിവുകളോ ഒന്നും ഇല്ലാത്ത ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസം ആരംഭിക്കുന്നത്. കഷ്ടിച്ച് 1000 രൂപ വാടക കൊടുത്താൽ നമുക്കവിടെ താമസിക്കാം എന്ന് മാത്രം ആണ് ആ വീടിന്റെ സംവിധാനം. അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ, ഞങ്ങൾ ഇവിടെ എത്തി, ഇനി കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കും? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും 7 ദിവസം തിരുസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. ദൈവസന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഈ നോർത്ത് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്, അത് ഉത്തർപ്രദേശിലേക്ക് കർത്താവ് ഞങ്ങളെ അയച്ചത്. ആ ജില്ലയുടെ പ്രത്യേകത 25 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഞങ്ങളുടെ ആ ഹാത്രസ് എന്ന് പറയുന്ന ജില്ലയിലുള്ളത്. ഈ ഹാത്രസ് ജില്ല 25 ലക്ഷം ജനങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്തും ഹാത്രസിൽ ചർച്ച് ബിൽഡിംഗ് ആയിട്ട്, പെന്തക്കോസ്തൽ ചർച്ച് ബിൽഡിംഗ് ആയിട്ട് എൻ്റെ അറിവിൽ 2-3 ബിൽഡിങ്ങുകൾ മാത്രമേ ഈ ജില്ലയിൽ മൊത്തത്തിലുള്ളൂ. ഒന്ന് ഞങ്ങളുടെ ചർച്ചിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെയുള്ള സാദാബാദിൽ, രണ്ടാമത്തെ ചർച്ച് നമ്മളുടേത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ വിടും? ഒരു ദിവസം സന്ധ്യാസമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും നല്ല സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛൻ ജോസ് മാളിയേക്കൽ എന്ന് പേരുള്ള ഒരു അഭിവന്യ കത്തോലിക്കലെ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലെത്തുവാനുണ്ടായ സംഭവം, അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസി തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. ആ വീട് വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളോട് ചോദിച്ചു, പാസ്റ്റേ, നിങ്ങളുടെ കുട്ടികൾ എന്താ സ്കൂളിൽ വിടാത്തത്? ഞാൻ പറഞ്ഞു, ഫാദർ, ഞങ്ങൾ വിടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. ഫാദർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ അയക്കുക. അപ്പോൾ തന്നെ വലിയൊരു തുകയുണ്ടെങ്കിലേ ആ സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ ആ ഹാത്രസിലുള്ള സെന്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ, അവിടെ ഫാദറിനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വളരെയധികം ശ്രമിച്ചെങ്കിൽ, അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ആ ഫാദറിനെ ഒന്ന് കാണാൻ പറ്റുകയുള്ളൂ. അവിടെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളുടെയും വലിയ സമ്പന്നരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. എന്നാൽ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ തന്നെ, അതിന്റെ ഡയറക്ടർ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും വർഷം 600 രൂപ മാത്രം കുഞ്ഞുങ്ങൾക്ക് ഓരോ കുട്ടികൾക്ക് കൊടുത്താൽ മതി. 1200 രൂപ ഒരു വർഷം കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്കൂളിൽ ദൈവം അഡ്മിഷൻ തന്നു. ഒരു ഏലിയാവിനയച്ച കാക്കയെ പോലെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി അവിടേക്ക് ആ പ്രിയ ഫാദറിനെ അയച്ച സംഭവം ഓർക്കുമ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഞങ്ങള് കുഞ്ഞുങ്ങളുടെ പഠനം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കും? മോൾ പഠിച്ച് കോളേജിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഡൽഹിയിലെ ഏറ്റവും നല്ലൊരു കോളേജിൽ മോൾക്ക് അഡ്മിഷൻ കർത്താവ് കൊടുത്തു. എന്നാൽ അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ എങ്ങനെയോ ബുദ്ധിമുട്ടി ഞാനും മകളുമായി
ഡൽഹിയിലെ ജീസസ് ആൻഡ് മേരി കോളേജിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ കുഞ്ഞിന് അഡ്മിഷൻ ലഭിക്കുകയില്ല. കാരണം അവിടെ എല്ലാം 99% ഒക്കെ മാർക്കുള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉള്ളത്. തന്നെയല്ല, നമുക്കറിയാം രാഷ്ട്രീയത്തിലെ പ്രിയങ്ക ഗാന്ധി മുതൽ അങ്ങനെ വലിയ വലിയ നേതാക്കളുടെ മക്കൾ പഠിക്കുന്ന ഒരു കോളേജാണ് അവിടെ. എന്നാൽ അഡ്മിഷൻ ലഭിക്കുകയില്ല എന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, നമുക്കിവിടെ ജസ്റ്റ് മോൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ആ വിശ്വാസിയുടെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ വിശ്വാസി എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പക്ഷേ ആ കോളേജിന്റെ ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ പോരെ, നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസത്താലെ ആ കോളേജിന്റെ ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ മകൾക്ക് 99 പോയിട്ട് ഒരു 90 എന്ന് പറയത്തക്ക പോലും മാർക്കില്ലാത്തൊരവസ്ഥ, അതിനും താഴെയുള്ളൊരു പെർസെൻറ്റേജ് മാർക്കായിരുന്നു. എന്നാൽ അത്ഭുതകരമായി പിറ്റേ ദിവസം തന്നെ കോളേജിൽ നിന്നും ആ ലിസ്റ്റിൽ ഞങ്ങളുടെ മോൾക്ക് അഡ്മിഷൻ ലഭിക്കാനിടയായിരുന്നു. തുടർന്ന് BA കഴിഞ്ഞ് MA വേണ്ടി പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം MA വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് EWS എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, മുന്നോക്കം നിൽക്കുന്ന പിന്നോക്കക്കാരെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചില മാർഗ തലത്തിലും സാമ്പത്തിക തലത്തിലും ഒക്കെ ചെറിയൊരു കൺസെഷൻ കിട്ടും. അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉത്തർപ്രദേശിലെ പല തഹസീലുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം വേണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ചെന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുക. എന്നാൽ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ഉത്തർപ്രദേശിലെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ ഈ ഗവൺമെന്റ് തന്നെ എൻ്റെ മകളെ പഠിപ്പിക്കുമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം BHU എന്ന് പറയുന്ന ഒരു നല്ല ഒരു സ്ഥാപനമുണ്ട്, നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. എൻ്റെ ഓർമ്മ ശരിയും അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ആകാനാണ് സാധ്യത. അവിടുത്തെ ഹോസ്റ്റലിൽ വെറും 4 കുട്ടികൾക്ക് മാത്രമേ ഹോസ്റ്റൽ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ അതിലൊന്ന് പ്രിയ ജസ്റ്റിമോൾക്കാണ് കർത്താവ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ചെയ്തു. ഈ ഗവൺമെന്റ് തന്നെ, ഞങ്ങളുടെ UP സർക്കാർ തന്നെ ആവശ്യത്തിനുള്ള ഫുഡും താമസ സൗകര്യങ്ങളും എല്ലാം, ഈവൻ പഠിക്കാനുള്ളതായ ഒരു ടാബ് വരെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാത്തിരുന്നു. അവർക്ക് തന്നെ അതിശയമാണ്. അവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന നിനക്കെങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റൽ ലഭിച്ചു എന്ന് അവർ പറയുന്നത് കാണാനിടയായിത്തീർന്നു. അവിടെ നിന്നും പഠിച്ച് MA പാസ്സാകുന്ന ആ നിമിഷം തന്നെ ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടായി. നെറ്റും കൂടെ ക്ലിയർ ആയി ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഒരു പദവിയിലേക്ക് ദൈവം കൈ ഉയർത്തിക്കൊണ്ട് ദൈവം കുഞ്ഞിനെ അവിടെ നിന്ന് പാസ്സാക്കാനിടയായിത്തീർന്നു. ഞാനിത് സന്തോഷം കൊണ്ട് പറയുന്നത്, കർത്താവിന്റെ നാമം പ്രതി കേരളത്തിലെ മികച്ച സ്കൂളെന്ന് അറിയപ്പെടുന്ന ഒരു ഹോളി ഏഞ്ചൽസ് സ്കൂളിലെ ഒരു LKGയിൽ പഠിച്ച ഒരു TC വാങ്ങിച്ച് 7 ദിവസം തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച എന്നോട് എൻ്റെ കർത്താവ് ചെയ്തൊരു അത്ഭുതമാണ്. ഇന്ത്യയിലെ തന്നെ മികച്ചൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞങ്ങളുടെ മകൾക്ക് ദൈവം ഇത്രയൊരു ഡിഗ്രി കൊടുക്കാനിടയാത്തിരുന്നത്. ആ ഇടയ്ക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ, ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു ആരാധനാലയം നൽകി തരണമേ എന്ന്. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി, കർത്താവേ സ്തോത്രം, ഭാര്യയും കൂടി ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വയലിന്റെ തീരത്ത് ഒരു പോസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നു, ഈ സ്ഥലം വിൽപ്പനയ്ക്കെന്ന്. ഞങ്ങൾ ആ വയലിലേക്ക് ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സ്ഥലം കൊടുക്കാനാണല്ലോ, ഇത് ലഭിക്കുമെങ്കിൽ അങ്ങയുടെ നാമമഹത്വത്തിനും ഒരു ആരാധനാലയത്തിനും ഇടയായിത്തീരും. ഞങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ വില വരുന്ന ഒരു വയലിലേക്ക് ഇറങ്ങി നിന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഇത് ദൈവനാമ മഹത്വത്തിനായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച അനന്തരം ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു സഹോദരൻ, അതേ ഒരു ഭൂതബാധിതനായി ക്ലേശം അനുഭവിച്ചിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നമുക്ക് സ്ഥലം വാങ്ങിക്കണം. സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ പോയി ഒരു അക്കൗണ്ട് ചേരണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ബാങ്കിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് ഒരു 5000 രൂപ ആ സഹോദരൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ പാസ്ബുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ആശിഷെ പറയൂ, ഈ അക്കൗണ്ടിൽ എത്ര രൂപ വരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആശിഷ് പറഞ്ഞത്, പാസ്റ്റർജി, ഞാൻ ജോലി ചെയ്ത് ഒരു 1.5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് നമുക്ക് ഒരു വസ്തുവിനുള്ള പൈസ ആകുമല്ലോ. ഞാൻ ഈ പാസ്ബുക്ക് എടുത്ത് മടക്കിയിട്ട് ഞാൻ ആശിഷോട് പറഞ്ഞു, ആശിഷെ, ഈ അക്കൗണ്ടിലേക്ക് ആശിഷിന്റെ പണം ആവശ്യമില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന തുക ഇതിലെല്ലാം വളരെ 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 മുകളിലുള്ളതാണ്. എനിക്ക് വേണ്ടതായ ഒരു നല്ലൊരു തുകയുണ്ട്. ആ തുകയുടെ പേര് ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും പണമാണ് ആവശ്യം. എന്നാൽ നിന്റെ വിശ്വാസം ചെറുതായതുകൊണ്ട് ആശിഷിന്റെ പണം നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നില്ല. കാരണം നമ്മുടെ ചെറിയ വിശ്വാസം കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യാനുണ്ട്. ആ ഇടയ്ക്ക് ഇതേ ആശിഷ് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർജി, എൻ്റെ അറിവിലുള്ളതായ ഒരു കനേഡിയനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രയ്ക്ക് വരുന്നു. അദ്ദേഹത്തിന് ഒന്ന് വൈകിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മളുടെ വീടൊന്ന് കൊടുക്കണം. ഞങ്ങളന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ കനേഡിയനായിട്ടുള്ള ആ മനുഷ്യനും അവരുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് താമസിക്കാൻ ഇടം കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോരെ, നമ്മുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ടല്ലോ. അങ്ങനെ ആ ഫോറിനറ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാനിടയായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഇത്ര ആൾക്കാരോട് പറയുന്നത് മനസ്സിലാകുമെങ്കിലും എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയത്തില്ല. എന്നാൽ എൻ്റെ അടുക്കിലേക്ക് വന്ന ഈ ഇംഗ്ലീഷുകാരന് നന്നായി ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദമായി. അദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വീണ്ടും അദ്ദേഹം താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും തരാതെ ഇറങ്ങിപ്പോയി. മൂന്നാമത് വീണ്ടും ഇദ്ദേഹം 1 മാസം കൂടെ കഴിഞ്ഞ് അദ്ദേഹവും ടീം അംഗങ്ങളും വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു നല്ല തുക തരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ പണം നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലേക്ക് അടയ്ക്കുകയും വളരെ അത്ഭുതകരമായി ഞാൻ ഏത് തുകയാണ് ആശിഷിനോട് ബാങ്കിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് അത്രയും പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തത്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ഒരു ചെറിയ ആലയം പണിയുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അടുത്തൊരു സംഭവം കൂടെ ഞാൻ ദൈവസന്നിധിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ ഞാൻ കേരളത്തിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ തയ്യാറായപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ തുക മാത്രമേ ഉള്ളൂ. വീട്ടില് കൊടുത്തിട്ട് വരുവാനോ എനിക്ക് ട്രെയിനിൽ ചെലവിനോ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിന്റെ കയ്യിൽ ആ ചെറിയ തുക എനിക്ക് കൊടുക്കാൻ ഒരു പ്രയാസവും ദുഃഖവും ആയതുകൊണ്ട് വൈഫ് അറിയാതെ തന്നെ ഞാൻ ആ പണം വീട്ടിൽ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. കാരണം ഞാൻ ഫോൺ ചെയ്ത് പറയാം, ഇന്നടത്ത് ഇച്ചിരി പൈസ ഇരിപ്പുണ്ടെന്ന് പറയാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഏലിയാവിൻ്റെ കാക്കയെ അയച്ചതുപോലെ ഒരു വ്യക്തി പെട്ടെന്ന്, അദ്ദേഹം സ്കൂളിൽ അധ്യാപകനാണ്, പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരുവാനിടയാത്തിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ഇറങ്ങുമ്പോൾ ആ അധ്യാപകൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് അദ്ദേഹം പറയുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് എൻ്റെ പോക്കറ്റിലേക്ക് എനിക്ക് ആവശ്യമുള്ള പണം അദ്ദേഹം ഇട്ട് തരുവാനിടയായിരുന്നു. ഞാനിത് പറയുന്നതിൻ്റെ എല്ലാ ഉദ്ദേശം, ഏലിയാവിൻ്റെ കാക്ക ഇന്നുമുണ്ട്. ഭയപ്പെടേണ്ട. ആ കാക്കയെ അയച്ച് പുലർത്തുവാൻ ദൈവം ശക്തനാണ്. ദൈവം സർവശക്തനാണ്. ഇന്നും കർത്താവ് ജീവിക്കുന്നു. ആ ഏലിയാവിൻ്റെ കാക്ക നിങ്ങളെയും വെയിറ്റ് ചെയ്യുന്നു. വരിക, കർത്താവിൻ്റെ വയലിലേക്ക് പുലർത്തുവാൻ അവിടുന്ന് ശക്തനാണ്. ആ സ്വർഗദൂതൻ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.